മനുഷ്യൻ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ കടയിൽ കയറി. അയാൾ തനിക്കിഷ്ടപ്പെട്ട ഗിഫ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കെ ഒരു ചെറിയ ആൺകുട്ടി കടയിൽ കയറി വന്നു. അവൻ അലമാരയിലെ ഗിഫ്റ്റുകളെയെല്ലാം പരിശോധിക്കുകയും തൻ്റെ പാൻസിലെ പോക്കറ്റിലെ നാണയങ്ങൾ എണ്ണി നോക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ആ മനുഷ്യൻ അവനെ ശ്രദ്ധിച്ചു. വളരെ ദരിദ്രമായ വസ്ത്രം ധരിച്ച അവൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള പണം ഇല്ലെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ അവനോട് ചോദിച്ചു, മോന് ഏത് ഗിഫ്റ്റാണ് വേണ്ടത്? അവൻ ആശ്ചര്യത്തോടെ ആ മനുഷ്യനെ നോക്കിയിട്ട് ചില്ലലമാരയിലുള്ള ഒരു ഗിഫ്റ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അത് ഉണ്ണി യേശുവിൻ്റെ ഒരു ചെറിയ രൂപമായിരുന്നു. ആർക്ക് കൊടുക്കാനാണ് ഈ ഗിഫ്റ്റ്? അയാൾ ചോദിച്ചു. തൻ്റെ കൂട്ടുകാരൻ അപകടം സംഭവിച്ച് കിടക്കുകയാണെന്നും അവന് വലിയ വേദനയാണെന്നും ഈ ഉണ്ണീശോ അവനെ ആശ്വസിപ്പിക്കുമെന്നും ആ കുട്ടി പറയുന്നത് അയാൾ ശ്രദ്ധയോടെ കേട്ടു. നിനക്ക് ഉണ്ണിയേശുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം, കേൾക്കട്ടെ എന്നായി അയാൾ. അവൻ തനിക്കറിയാവുന്നതുപോലെ ഉണ്ണീശോ ദരിദ്രനായി ജനിച്ചെന്നും നല്ലവനായി വളർന്നെന്നും അവൻ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തെന്നും അവൻ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. ഒന്ന് നിർത്തിയിട്ട് അവൻ തുടർന്നു, പാവം, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ദുഷ്ടർ അവനെ അടിച്ചും ഇടിച്ചും മുറിവേൽപ്പിച്ചെന്നും അവർ അവനെ കുരിശിൽ തറച്ചു കൊന്നു എന്നും പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായി അയാൾ കണ്ടു. അവനെ ആശ്വസിപ്പിച്ച് അവന് വേണ്ടി ആ ഗിഫ്റ്റ് അയാൾ വാങ്ങി നൽകിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഫ്രണ്ടിനത് കൊണ്ടുപോയി കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുക. അവൻ്റെ തോളിൽ തട്ടിയിട്ട് അയാൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നടന്നു. അല്പദൂരം നടന്നപ്പോൾ തൻ്റെ കോട്ടിൽ പിടിച്ച് ആരോ വലിക്കുന്നത് പോലെ അയാൾ തിരിഞ്ഞു നോക്കി. ആ കൊച്ചുകുട്ടി തന്നെ. അവൻ പറഞ്ഞു, സാർ സാർ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അവനെ അവർ കുരിശിൽ തറച്ച് കൊന്നുവെങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു കേട്ടോ. അവൻ ഇന്നും ജീവിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അദ്ദേഹം കണ്ടു അവൻ്റെ കണ്ണിലെ നക്ഷത്രത്തിളക്കം. പ്രിയ സഹോദരിമാരെ, നമ്മൾ ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ മരണത്തിൻ്റെ 3-ാം പക്കം പച്ചിലകൾ പോലും ഉറങ്ങുന്ന രാത്രിയുടെ ഇളം യാമത്തിൽ ഈശോ കല്ലറയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്യുന്നു. സൃഷ്ടികർമ്മം പോലെ ദൈവകരം മറച്ചു പിടിച്ച മഹാസംഭവമായിരുന്നു അവിടുത്തെ ഉത്ഥാനം. ഈ സുവിശേഷ ഭാഗത്തിൽ തങ്ങളുടെ ഹൃദയം ഈശോയുടെ കല്ലറയിൽ നിക്ഷേപിച്ച് അവിടുത്തെ വേദനയിൽ പങ്കുപറ്റി സുഗന്ധ തൈലം പൂശുവാൻ വീണ്ടും എത്തുന്ന ഏതാനും സ്ത്രീകളെ നാം കണ്ടുമുട്ടുകയാണ്. തൻ്റെ സുവിശേഷ വേലയിൽ തന്നെ അനുഗമിച്ച, സ്നേഹിച്ച, ശുശ്രൂഷിച്ച സ്ത്രീ സമൂഹത്തെ തൻ്റെ ഉദ്ധാന മഹത്വത്തിൻ്റെ ആദ്യ സാക്ഷികളാകാൻ ഈശോ അവകാശം നൽകുന്നത് നമുക്ക് കാണാം. സുഗന്ധ തൈലം പൂശാൻ, ഈശോയോടുള്ള സ്നേഹബന്ധം പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടിയ ഒരവസരവും അവർ പാഴാക്കിയില്ല. ഈശോയുടെ ഉദ്ധാനം ചിലരിൽ ഉണ്ടാക്കിയ വ്യത്യസ്ത ഭാവങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. കാവൽക്കാരിൽ മരണത്തോളം എത്തുന്ന ഭയം. സദ്വാർത്ത അറിഞ്ഞെത്തിയ സ്ത്രീകൾക്കോ ഭയത്തിൽ നിന്ന് വിമുക്തിയും ശേഷം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും. ഈശോ അവരെ പറഞ്ഞേൽപ്പിച്ചത് ഒറ്റ കാര്യം മാത്രം, ഭയപ്പെടേണ്ട, എൻ്റെ സഹോദരന്മാരോട് ഈ സദ്വാർത്ത പറയണം. അതേ സഹോദരങ്ങളെ, ഈശോ നമ്മോടും ഒന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, നമ്മുടെ ഭയവും ബലഹീനതകളും വിട്ട് ഉദ്ധിതനായ അവിടുത്തെ പ്രഘോഷിക്കുക. അതിനായി ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടക്കണം. ഉദ്ധിതനായ അവൻ്റെ സ്നേഹം നമ്മെ ജ്വലിപ്പിക്കണം, ഉത്തേജിപ്പിക്കണം. നിസ്സാരങ്ങളായ കാരണങ്ങളാൽ ക്രിസ്തുവിനെ മറന്നു പ്രവർത്തിക്കുന്ന നമ്മുടെ പെരുമാറ്റ ശൈലികൾ, സംസാര വിഷയങ്ങൾ എല്ലാം ഉദ്ധിതൻ്റെ മഹിമയ്ക്ക് ചേരാത്തവയാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ കഥയിലെ കുട്ടിയെ പോലെ നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുനാഥൻ്റെ സന്തോഷം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാവർക്കും ഉദ്ധിതനായ ഈശോയുടെ
ഉദ്ധാന സന്തോഷത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ.